ഇത്തവണ ബി.ജെ.പി. ജയിക്കാനും ഭരിക്കാനുമാണ് മത്സരിക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ ഭാരതീയ ജനതാ പാർട്ടി പൊന്നാനിയിൽ സംഘടിപ്പിച്ച വികസിത പൊന്നാനി സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചത്, അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്നും ഏറെ മുന്നോട്ട് പോയിക്കൊണ്ട് 11 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്ത് 1ാം സ്ഥാനം കൈവരിച്ചു. 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം കൈവരിച്ചു. അങ്ങനെ നോക്കിയാൽ 19 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. 1ഓ 2ഓ സ്ഥാനത്തായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അത്ര തന്നെയാണ് അവരുടെയും നേട്ടമുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. വളർച്ചയുടെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവതരിപ്പിച്ചത്. അതിനുശേഷം നടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സീറ്റുകളിലും മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്ന സ്ഥിതിയുണ്ട്. പക്ഷെ ആ സ്ഥിതിയിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നിരവധി പ്രദേശങ്ങളിൽ, നിരവധി പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനുകളിൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ സീറ്റുകളിലും മത്സരിക്കുക മാത്രമല്ല, ബി.ജെ.പി. ആണ് വിജയിച്ച് ഭരണത്തിലെത്താൻ സാധ്യതയുള്ളത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. മണ്ഡലം പ്രസിഡന്റ് കെ.പി. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ, സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, മേഖലാ ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ. ഗിരീഷ് കുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം കെ.യു. ചന്ദ്രൻ, കർഷക മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ചക്കൂത്ത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഇ.ജി. ഗണേശൻ സ്വാഗതവും ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി ടി. തുളസിദാസ് നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെയും ആറഞ്ചേരി പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥികളെ മുരളീധരൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു.